നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SNDP യോഗം നാട്ടിക യൂണിയൻ ശ്രീനാരായണ സംഗമവും സ്നേഹാദരവും നടത്തി. വാടാനപ്പള്ളി, ഇടശ്ശേരി, ചിലങ്ക ബീച്ചുകളിൽ മത്തിച്ചാകര. മത്സ്യങ്ങൾ കൂട്ടത്തോടെ കരക്കടിഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി മണലൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വാർത്തകൾ തുടരുന്നു. SNDP യോഗം നാട്ടിക യൂണിയൻ ശ്രീനാരായണ സംഗമവും സ്നേഹാദരവും നടത്തി. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന സംഗമം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾ എല്ലാ മേഖലയിലും പിന്തള്ളപ്പെടുകയാണെന്നും ജനാധിപത്യം വാർത്തകളിൽ മാത്രമുള്ളൂവെന്നും മതാധിപത്യമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചു. മുകളിലിരിക്കുന്ന ഞങ്ങളെ മുകളിലിരുത്തിയിരിക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സൃഷ്ടിക്കുന്ന നിങ്ങൾ, അതായത് ശാഖാംഗങ്ങൾ, അവരുടെ വോട്ടർ എന്നാണ് യൂണിയൻ നേതാക്കന്മാരായാലും യോഗനേതാവായ എന്നെ ഉൾപ്പെടെ ഇവിടെ ഈ മുകളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് യഥാർത്ഥ നേതാക്കന്മാർ സൃഷ്ടിച്ച നേതാക്കന്മാർ. ഇതിൻ്റെ ആരംഭവും തുടക്കവും എല്ലാം ഉണ്ണികൃഷ്ണൻ നന്നായി പറഞ്ഞു. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. വൃത്തിയായും ഭംഗിയായും ഒരു കുറ്റമറ്റ രീതിയിൽ ഇന്ന് നാട്ടിക യൂണിയൻ അതിൻ്റെ പ്രവർത്തനം മാതൃകാപരമായി കൊണ്ടുപോകുന്നു എന്നതിൽ എനിക്ക് അഭിമാനമാണ്. കാരണം തുടങ്ങുന്ന കാലത്ത് കുറേ തർക്കങ്ങളും വഴക്കുകളും വേണമെന്നും വേണ്ടെന്നും കൊടുക്കാൻ പാടില്ലെന്നും എന്നെല്ലാം തന്നെ നമുക്ക് കൗൺസിലുണ്ടായ അഭിപ്രായങ്ങളുണ്ടായി. ഇതിന് തുടക്കം തന്നെ പാൾ പോസ്റ്റിൻ്റെ തല എണ്ണം വലുതായിപ്പോയി എന്നും ചെറുതായിപ്പോയി എന്നും പറഞ്ഞുള്ള തർക്കങ്ങൾ ഇതിൻ്റെ തുടക്കങ്ങളിൽ പലതും ഉണ്ടായി. എങ്കിലും അന്നെല്ലാം പല ആറ്റുമ്പോഴും പലതും ഉണ്ടായെങ്കിലും എല്ലാം അവസാനിച്ച് ഇതെല്ലാം ഭംഗിയായി ഇന്ന് നീങ്ങുന്നു എന്ന് കാണുന്നതിൽ സന്തോഷം. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കേരളത്തെ ഹൈജാക്ക് ചെയ്തു. ന്യൂനപക്ഷ സമുദായ വിഭാഗങ്ങൾ അർഹിക്കുന്നതിലേറെ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ നേടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായും SN ട്രസ്റ്റിന്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ച വെള്ളാപ്പള്ളി നടേശന് ചടങ്ങിൽ സ്നേഹാദരവ് നൽകി. ഡെർമറ്റോളജി MD പരീക്ഷയിൽ 1ാം റാങ്ക് നേടി വിജയിച്ച ഡോക്ടർ പൂജ തഷ്നാത്തിനെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പള്ളി, യോഗം ബോർഡ് മെമ്പർമാരായ ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, യൂണിയൻ കൗൺസിലർമാരായ നരേന്ദ്രൻ തയ്യിൽ, ഗണേശൻ CS, ദീപൻ മാസ്റ്റർ, നാരായണദാസ് KG, ബിനോയ് പാണപ്പറമ്പിൽ, സുഹാസ് ഷെമ്പിപ്പറമ്പിൽ, സലി തഷ്നാഥ്, പ്രജോദ് PS, വനിതാ സംഘം നേതാക്കളായ ബിന്ദു മനോജ്, ശ്രീജ ടീച്ചർ, സുദീപ് മാസ്റ്റർ, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ പ്രഭാശങ്കർ VP, അദ്വൈത് വായനപ്പള്ളി എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം വാഴപ്പുള്ളി ക്ഷേത്രത്തിൽ ശ്രീചക്രപൂജ നടത്തി. കുഴൂർമാള അനങ്കാനന്ദ മണ്ഡലി അർച്ചന സാധന കേന്ദ്രത്തിലെ യാഗാനന്ദനാഥൻ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗണപതി ഹവനം, ഉഷപൂജ, ശ്രീചക്രപൂജ, മധ്യാഹ്നപൂജ, അന്നദാനം, നിറമാല, ചുറ്റുവിളക്ക്, ഗന്ധർവപൂജ, ഗുരുതി തർപ്പണം എന്നിവയുണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ V ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസൻ, VK ശശിധരൻ, VB ബൈജു, VS നിതീഷ്, VS ഹരികൃഷ്ണ, VA നിഖിൽ, VH ഷാജി, VD പ്രവീൺ, VH അനിരുദ്ധൻ, VJ സുരേഷ്, VV സുരേഷ്, VK ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി.
ആധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ നന്മയുടെ വഴിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ചാലകശക്തിയായി അധ്യാപകർക്ക് മാറാൻ കഴിയണമെന്ന് എസ്.എൻ. ട്രസ്റ്റ് സ്കൂളുകളുടെ മാനേജറും SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. എസ്.എൻ. ട്രസ്റ്റ് സ്കൂളുകളിലെ അധ്യാപകരുടെ റെസിഡൻഷ്യൽ ശാക്തീകരണ ശില്പശാല ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ ചെറുപ്പത്തിലെ മാനേജരായതുകൊണ്ട് ആരാണ് മാനേജർ, എന്താണ് അവിടെ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള ഒരു പ്രായോഗിക അറിവ് എനിക്ക് ലഭിച്ചു. അതല്ലാതെ അധ്യാപകർ വരുന്ന അറ്റൻഡൻസ് കൂട്ടുന്ന മുമ്പിൽ മാനേജർ പോയിരുന്നുകൊണ്ട് ആരും നോക്കിയിരിക്കുന്ന ജോലി അല്ല മാനേജർ. അല്ലെങ്കിൽ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ അത് നോക്കിയിരിക്കുന്ന ജോലി അല്ല മാനേജർ. മാനേജ് ചെയ്യുകയാണ് ആരെക്കൊണ്ട് മറ്റുള്ളവർക്ക്. അതോടൊപ്പം തന്നെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ. എസ്.എൻ. ട്രസ്റ്റ് തൃശൂർ RDC കൺവീനർ PK പ്രസന്നൻ അധ്യക്ഷനായി. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് മുഖ്യാതിഥിയായിരുന്നു. SNDP യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി EG ബാബു, എസ്.എൻ. ട്രസ്റ്റ് ഷൊർണൂർ RTC ചെയർമാൻ V. സുധീഷ് ചന്ദ്രൻ, പ്രിൻസിപ്പൽമാരായ ഡോക്ടർ CT അനിത, ജയാബിനി GSB, സുജാകുമാരി S, പ്രധാനാധ്യാപകരായ മിനിജ R വിജയൻ, ദിലീപ് കുമാർ KG, സബിത CP, ബിന്ദു N രാജൻ, കോർഡിനേറ്റർമാരായ KR രഘുരാമൻ, PB ബൽറാം, ജുഗേഷ് TP എന്നിവർ സംസാരിച്ചു. സൈക്കോളജിസ്റ്റ് ഡോക്ടർ മഹേഷ് MM, സാഹിത്യകാരൻ ഡോക്ടർ R സുരേഷ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണലൂർ ഏരിയ പുത്തനങ്ങാടി യൂണിറ്റ് കൺവെൻഷൻ സമാപിച്ചു. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുജാത ജയേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സിന്ധു ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഷൈജ രാജു, ട്രഷറർ ഷിബി ദേവദാസ്, ഏരിയ സെക്രട്ടറി ബിന്ദു ജോസ്, ഏരിയ പ്രസിഡന്റ് ജോബി കൃഷ്ണൻ, ഏരിയ ജോയിന്റ് സെക്രട്ടറി ഷീന സണ്ണി, ഏരിയ ട്രഷറർ സെൽജി ഷാജു, കമ്മിറ്റി അംഗങ്ങളായ ബിന്ദു, ഷിജില, സുമം, അഞ്ജലി, സോന എന്നിവർ സംസാരിച്ചു. എന്ന് പറയാൻ അധികമൊന്നുമില്ല, കുറച്ച് പരാതികൾ മാത്രം അംഗങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. പക്ഷെ സംഘടന ഓരോ കാര്യങ്ങളും നമ്മുടെ മെമ്പർഷിപ്പ് എടുത്ത ഓരോരുത്തരുടെയും ഗുണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് മുൻപ് ട്രസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. ആ ട്രസ്റ്റ് കുറച്ച് അത് എല്ലാവരെയും നമുക്ക് അതുകൊണ്ട് സാന്ത്വനം നൽകാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ആ ട്രസ്റ്റിനെ ഒന്ന് വിപുലീകരിച്ച് ഒരു സാന്ത്വന പദ്ധതിക്ക് രൂപം കൊടുത്തു അല്ലേ. അതിനുശേഷം ഇപ്പൊ നമ്മൾ ഒരു ടൈലറിംഗ് ലേബേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് TLT എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിനും കൂടി രൂപം കൊടുത്തു. നമ്മുടെ സംഘടന അത് കൊല്ലത്ത് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അറിയാലോ നിങ്ങൾക്ക്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഭാവി വാഗ്ദാനമായിട്ട് നമുക്കൊരു ടൈലറിംഗ് ക്യാമ്പസും കൂടി സംഘടന നമ്മുടെ സ്വപ്ന പദ്ധതിയായിട്ട് വെച്ചിട്ടുണ്ട്. അറിഞ്ഞില്ല എല്ലാവരും അത്? 1 ഏക്കർ 20 സെന്റ് ഭൂമി വാങ്ങി അവിടെ നമുക്ക് നല്ലൊരു ക്യാമ്പസാണ് പണിയുന്നത്. ആ ക്യാമ്പസിൽ നമുക്ക് ടൈലറിങ്ങിന്റെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സും, ഹോസ്റ്റൽ സൗകര്യവും, വിവിധങ്ങളായ വിഷയങ്ങൾ, അതായത് ഇംഗ്ലീഷ്. പനയംകുളങ്ങര അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ദേശവിളക്ക് മഹോത്സവം ഭക്തിനിർഭരമായി. ശനിയാഴ്ച പുലർച്ചെ ഗണപതി ഹോമം, സങ്കല്പ പ്രതിഷ്ഠ, ഉഷപൂജ, ഉച്ചപൂജ, അന്നദാനം എന്നിവ നടത്തി. തുടർന്ന് ശ്രീരാമ ആത്മീയ സമിതി തൃപ്രയാർ സതീഷ് ചന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തിയ ഭക്തി പ്രഭാഷണം, കലാസന്ധ്യ എന്നിവയുണ്ടായി. വൈകിട്ട് ദീപാരാധന, ഭജന, തുടർന്ന് തൃക്കയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും താലം, മേളം, ശാസ്താംപാട്ട് എന്നിവയുടെ അകമ്പടിയോട് കൂടിയ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും നടത്തി. ഞായറാഴ്ച പുലർച്ചെ പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടും തടയും എന്നിവയും ഉണ്ടായിരുന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ദേശവിളക്ക് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. മണലൂർ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, V സുരേഷ് കുമാർ, KPCC അംഗം CI സെബാസ്റ്റ്യൻ, സ്റ്റീഫൻ നിലങ്കാവിൽ, സജീവൻ വലിയപറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ഷൈജു സായറാം, രഞ്ജു പോൾ, മുൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PT ജോൺസൺ, സൈമൺ തെക്കത്ത് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ കഴിഞ്ഞ തൊഴിൽഭരണം കൊണ്ട് 9.5 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ രാജ്യത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂഭരണത്തിൽ ഉറുതിമുട്ടിക്കൊണ്ടാണ് ജനങ്ങൾ ഓരോ ദിവസവും തലയിലേക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. 3-4 ഇരട്ടിയാണ് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനയുടെ സഹോദരന്മാർക്കറിയാം. വിലവർദ്ധനത്തെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ UDFന്റെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലുണ്ടായ കാലഘട്ടത്തിൽ പൊതുമാർക്കറ്റിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ ആ പൊതുവിപണി ഇടപെട്ടുകൊണ്ട് ഗവൺമെന്റ് നഷ്ടം സഹിച്ചുകൊണ്ട് സബ്സിഡി കൊടുത്തുകൊണ്ട് പലതരത്തിലുള്ള മാർക്കറ്റ് ഇന്റർവെൻഷൻ ഇടപെടലുകളും നടത്തി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് യാതൊന്നും ചെയ്യുന്ന വാടാനപ്പള്ളി, ഇടശ്ശേരി, ചിലങ്ക ബീച്ചുകളിൽ മത്തിച്ചാകര. ശനിയാഴ്ച വൈകിട്ടാണ് തിരയോടൊപ്പം മത്തിക്കൂട്ടവും കരയിലേക്ക് അടിച്ചു കയറിയത്. അപ്രതീക്ഷിതമായി മത്സ്യക്കൂട്ടം അടിച്ചു കയറിയതോടെ ഇവയെ പിടിക്കാൻ നിരവധി പേരാണ് ബീച്ചിലെത്തിയത്. പിടികൂടുന്ന മത്സ്യങ്ങളെ കവറുകളിലും ചാക്കിലുമാക്കിയാണ് സ്ത്രീകളടക്കമുള്ളവർ കൊണ്ടുപോയത്. ഭക്ഷിക്കാൻ കാക്കകളും നിറഞ്ഞു. മത്സ്യക്കൂട്ടം ദിശ തെറ്റി വന്നതാണ് കരയിലേക്ക് കയറാൻ കാരണമായത്.
കരയിൽ അടിച്ചുകയറി മത്സ്യം പിടിക്കുന്നത് കൗതുക കാഴ്ചയായിരുന്നു. ഏതാനും ദിവസം മുമ്പും ഇത്തരത്തിൽ മത്തിക്കൂട്ടം തിരയോടൊപ്പം കാണപ്പെട്ടിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ താന്യം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി KP സന്ദീപ് വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡിലെ എടത്രയിൽ നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി നെൽസൺ V. മാത്യു, മണലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ജെയ്മോൻ പള്ളിക്കുന്നത്ത് എന്നിവർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. VN സുർജിത്ത്, സാജൻ മുടവങ്ങാട്ടിൽ, VV പ്രഭാത് എന്നിവർ സംസാരിച്ചു. വികസനത്തിന് വേണ്ടി നമ്മുടെ ജനങ്ങളുടെ പണം ചെലവഴിക്കാൻ ഏത് ഗവൺമെന്റ് വിചാരിച്ചാലും കാര്യമായിട്ട് കഴിയുമായിരുന്നില്ല. കാരണം ജനാധിപത്യം നമ്മൾ കൊടുക്കുന്ന നികുതി പണമാണ്. നികുതി വർദ്ധിപ്പിക്കുക എന്നത് ഏത് ഗവൺമെന്റ് വന്നാലും പ്രായോഗികമാണ്. ഇപ്പോൾ നമ്മൾ 100 രൂപ കൊടുക്കുന്ന നികുതി 1000 രൂപയ്ക്ക് മാറ്റിയാൽ ഒരാളുടെ സഹായമില്ലാതെ പെൻഷൻ 5000 ആക്കാം, റോഡുകളൊക്കെ വളരെ ഉയർന്ന നിലവാരത്തിലാക്കാം, കെട്ടിടങ്ങൾ വരും, അത് വരും, ഇതൊക്കെ വരും. ഇപ്പം നടക്കുന്ന കാര്യമല്ല. കഴിമ്പ്രം ടാസ്ക്, ലേഡി ടാസ്ക്, അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി കഴിമ്പ്രം ഹൈസ്കൂളിൽ വെച്ച് തിമിരരോഗ നിർണയ ക്യാമ്പ് നടത്തി. ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ക്യാമ്പ് KAP അസിസ്റ്റന്റ് കമാൻഡർ കൂടിയായ ടാസ്ക് പ്രസിഡന്റ് സലീൽ KG ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബാനുജൻ പാനക്കൽ അധ്യക്ഷനായി. ഡോക്ടർ രേഷ്മ, ലേഡി ടാസ്ക് പ്രസിഡന്റ് മീന മോഹൻ, സെക്രട്ടറി ശ്രീറാണി ചിദംബരൻ, ടാസ്ക് ജനറൽ സെക്രട്ടറി ഹനീഷ് തൈപ്പറമ്പത്ത്, വെൽഫെയർ സെക്രട്ടറി വിശ്വംഭരൻ പുല്ലാട്ട്, VV ചിദംബരൻ എന്നിവർ സംസാരിച്ചു. ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം. ഇപ്പോഴത്തെ കാലത്ത് കണ്ണിനുള്ള നമ്മുടെ ശ്രദ്ധ പഴയ കാലത്തേക്കാളും എല്ലാവരും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടമാണ്. പണ്ട് വയസ്സായി കഴിഞ്ഞാൽ പ്രത്യേക പീരീഡ് കഴിഞ്ഞാൽ കണ്ണിന് കാണില്ല, അത്രേ പറയുള്ളൂ. ആ കണ്ണാത്ത ആൾ ചായ കുടിക്കാൻ വരുന്നു, പിടിച്ചു വരുന്നു, അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം കണ്ടവരാണ് നമ്മളൊക്കെ. അപ്പം അങ്ങനെയല്ല, എല്ലാവരും ഫുൾ കെയറാണ് അവരെ കണ്ണിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചു. കണ്ണിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അത് പരിപാലിക്കുന്നതിനുള്ള ശ്രദ്ധ നമ്മളെല്ലാവരും കൊടുക്കണം. അതിന് ഇത്തരം ഫൗണ്ടേഷൻ സൗജന്യമായി അവർ ചെയ്യുന്ന പ്രവൃത്തി കർമ്മത്തിൽ നമ്മൾ ഭാഗഭാക്കാക്കുക. നമുക്ക് നമ്മുടേതായ ശരീരത്തിൻ്റെ ഈ അവയവത്തിൻ്റെ സംരക്ഷണം നമ്മൾ സുരക്ഷിതമായി കൊണ്ടുനടക്കുക. കഴിമ്പ്രം ശാർക്കര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. ക്ഷേത്രനടയിൽ ഒരുക്കിയ പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ അമ്പലത്തിൽ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് അന്നദാനം എന്നിവയുണ്ടായി. വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പുറപ്പെട്ടു. തുടർന്ന് ദീപാരാധനയോടുകൂടി ശാർക്കര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് പൂജകൾ, ഉടുക്കുപാട്ട്, ഭജ്ന, അന്നദാനം എന്നിവ നടന്നു. സന്ദീപ് ശാന്തി മുഖ്യ കാർമ്മികനായി. പ്രസിഡന്റ് സുരേഷ് ബാബു ശാർക്കര, ഷാജ് ശാർക്കര, ഹേമന്ത് ശാർക്കര, ഷാജി ശാർക്കര, സുനിൽകുമാർ ശാർക്കര എന്നിവർ നേതൃത്വം നൽകി.
കൂരിക്കുഴി 18 മുറി ജാറം അങ്കണത്തിൽ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളുടെ ആണ്ട് നേർച്ചയും റിഫായി റാത്തീബും നടത്തി. രാവിലെ നടന്ന മൗലീദ് മജ്ലിസിന് കൂരിക്കുഴി മഹല്ല് ഖത്തീബ് സയ്യിദ് ജഅഫർ സ്വാദിഖ് തങ്ങൾ, ജാറം മസ്ജിദ് ഇമാം ജാബിർ അൽ ഫാളിലി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ഭക്ഷണ വിതരണം ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. രാത്രി റിഫായി റാത്തീബ് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SNDP യോഗം നാട്ടിക യൂണിയൻ ശ്രീനാരായണ സംഗമവും സ്നേഹാദരവും നടത്തി. വാടാനപ്പള്ളി, ഇടശ്ശേരി, ചിലങ്ക ബീച്ചുകളിൽ മത്തിച്ചാകര. മത്സ്യങ്ങൾ കൂട്ടത്തോടെ കരക്കടിഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി മണലൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.